നമസ്കാരം. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട 5ഓളം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക, ഫുള്ളായി കാണുക. വെള്ളിയാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. ചിലപ്പോൾ, ഉറപ്പില്ല, ചിലപ്പോൾ ഇന്ന് 3 മണിക്ക് ശേഷം ക്ഷേമ പെൻഷൻ എത്തിയേക്കാം, വിതരണം തുടങ്ങിയേക്കാം. ഇല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച എന്തായാലും ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരും. 2 മാസത്തെ, അതായത് ഡിസംബർ മാസത്തെയും ജനുവരി മാസത്തെയും ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. 3200 കുടിശ്ശിക തുകയും നടപ്പ് മാസത്തെ തുകയും അങ്ങനെ ചേർത്താണ് സർക്കാർ വിതരണം ചെയ്യുന്നത്. 3200 ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത്. മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും ഈ തുക എത്തിച്ചേരും. സംസ്ഥാനത്ത് 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണെങ്കിൽ പോലും കഴിഞ്ഞ 2024 മാർച്ച് മാസം തുടങ്ങി ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരാൻ സർക്കാർ തന്നിട്ടുണ്ട്. 2 ഗഡുക്കൾ ബജറ്റിന് മുമ്പാകെ നൽകും എന്ന് മന്ത്രി അറിയിച്ചിരുന്നു, ധനകാര്യ മന്ത്രി. അത് ക്രിസ്മസിന് വിതരണം ചെയ്യാൻ ആലോചിച്ചിരുന്നു. പക്ഷേ ഉദ്ദേശിച്ച പോലെ ഫണ്ട് കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ 1 മാസത്തെ ഗഡുവാണ് വിതരണം ചെയ്തോളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ജനുവരി മാസം 3200 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരാൻ പോകുന്നത്. 1 മാസത്തെ ഗഡു ഓണത്തിന് നൽകി. ഇനി അടുത്ത 2ാം ഗഡുവാണ് ഇപ്പോൾ ജനുവരി മാസം നൽകുന്നത്. തുക 2025 ജനുവരി 24 തുക എത്തും. ബാങ്ക് അക്കൗണ്ടിൽ വെള്ളിയാഴ്ച 3 മണിക്ക് ശേഷം തുക വിതരണം ആരംഭിക്കും. ആദ്യം എത്തിച്ചേരുന്നത് ബാങ്ക് അക്കൗണ്ടിലായിരിക്കും. പിന്നെ 2-3 ദിവസത്തിന് ശേഷമായിരിക്കും കൈകളിൽ തുക എത്തിച്ചേരുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്ന ശേഷം 2-3 ശേഷം ദിവസം കഴിഞ്ഞായിരിക്കും പിന്നെ കൈകളിൽ തുക എത്തിച്ചേരുന്നത്. അത് എല്ലാ ഗുണഭോക്താക്കളും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സഹകരണ സംഘം വഴി വീടുകളിൽ എത്തിച്ചു നൽകുകയാണ് പതിവ്. അതിന് 2-3 ദിവസം താമസം വരും. മസ്റ്ററിങ് പൂർത്തിയാക്കിയ എല്ലാവർക്കുമാണ് തുക എത്തിച്ചേരുക. മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഈ മാസം 3200 മുടങ്ങും. എല്ലാ മാസം 1 തൊട്ട് 20 വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട്. ഇനിയും കുടിശ്ശിക തുക ലഭിക്കാനുണ്ട് 3 മാസം. ഇത് കഴിഞ്ഞ് ഏപ്രിൽ മാസം വിഷുവിനായിരിക്കും ഇനി അടുത്ത ഗഡു വിതരണം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും 2025 അവസാനമാകുമ്പോഴത്തും കുടിശ്ശിക പെൻഷൻ കംപ്ലീറ്റ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ തീരുമാനം. കാരണം പൊതു തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, കേരള ഇലക്ഷൻ ഒക്കെ വരികയാണ്. അതിന് മുമ്പ് എന്തായാലും കുടിശ്ശിക തുക കൊടുത്തു തീർക്കും. മസ്റ്ററിങ്ങിന് പുറമെ വിധവ മരണ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് അവർക്കും പെൻഷൻ എത്തിച്ചേരില്ല. വിധവ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങിക്കുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വിധവ പെൻഷൻ വാങ്ങുന്നവർ ഭർത്താവ് മരണപ്പെട്ട മരണ സർട്ടിഫിക്കറ്റും, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പിന്നെ വിവാഹിതരല്ല എന്ന തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും പഞ്ചായത്തിൽ ഹാജരാക്കണം. അങ്ങനെ മാത്രമാണ് തുടർന്നും നിങ്ങൾക്ക് തുക എത്തിച്ചേരുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത്